ദുബൈയിലേക്ക് യാത്ര തിരിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകളുടെ വിസ നടപടികൾ മാറ്റം വരുത്തിയിട്ടുള്ളതായി UAE ഗവൺമെൻറ്. ഞാൻ അഹമ്മദ് കബീർ, കോട്ടയം, അൽ ജസീറ ഹോളിഡേഴ്സിൽ നിന്നും. സന്ദർശക വിസയിലെത്തി കാലാവധി കഴിഞ്ഞിട്ടും തിരികെ പോകാതെ നിയമം ലംഘിച്ച് UAEയിൽ താമസിക്കുന്ന കേസുകൾ വർദ്ധിച്ചതാണ് ദുബായ് എയർപോർട്ടുകളിൽ കർശനമായ പ്രവേശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ അധികാരികളെ നിർബന്ധമാക്കിയത്. സന്ദർശക വിസയ്ക്ക് അധികമായി നേരത്തെ 10 ദിവസം ലഭിച്ചിരുന്നു. ഇതിന് ഗ്രേസ് പീരീഡ് എന്നാണ് പറയുന്നത്. ഗ്രേസ് പീരീഡ് ഇപ്പോഴും ഉണ്ട് എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് നിർത്തലാക്കിയിരുന്നു. ഇതുമൂലം നിയമലംഘനം നടത്തുന്നവർക്ക് കടുത്ത പിഴയാണ് സർക്കാർ ചുമത്തുന്നത്. പുതുതായി സന്ദർശക വിസയിൽ, വിസിറ്റിംഗ് വിസയിൽ ദുബൈയിലേക്ക് എത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യങ്ങളാണ്. 6 മാസത്തിലധികം കാലാവധിയുള്ള പാസ്പോർട്ടായിരിക്കണം. യാത്രാ ടിക്കറ്റിനൊപ്പം മടക്കയാത്രാ ടിക്കറ്റ്, അതായത് റിട്ടേൺ ടിക്കറ്റും ഉണ്ടായിരിക്കണം. അത് ഡമ്മി ആവാൻ പാടില്ല. കാരണം ഡമ്മി ടിക്കറ്റ് നേരത്തെ ട്രാവൽ ഏജൻസികൾ കുറഞ്ഞ ചാർജ് വാങ്ങി യാത്രക്കാർക്ക് നൽകുന്ന ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് യാത്ര ചെയ്ത് അവർ ദുബൈയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു പതിവായത്. പരമാവധി സെയിം ഫ്ലൈറ്റിൽ തന്നെ ആയിരിക്കണം റിട്ടേൺ ടിക്കറ്റും എടുക്കേണ്ടത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഡമ്മി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പാടില്ല. പകരം നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാണോ യാത്ര ചെയ്യുന്നത് അതേ ഫ്ലൈറ്റിൽ തന്നെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യയുടെ ആണെങ്കിൽ തിരിച്ചും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഇതുമൂലം ബോർഡിംഗ് പാസ് നൽകുമ്പോൾ തന്നെ ഇതിൻ്റെ സാധുത ഉറപ്പിക്കാൻ എയർലൈൻ അധികാരികൾക്ക് കഴിയും. 1 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർ താമസത്തിനായി 3000 ദിർഹം, ഏകദേശം ഇന്ത്യൻ മണി 68,000 രൂപ കയ്യിൽ കരുതിയിരിക്കണം. 1ലധികം മാസത്തേക്ക് എത്തുന്നവർ 5000 ദിർഹവും, ഏകദേശം 1,13,000 രൂപ കയ്യിൽ ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ അത്രയും തുക ബാലൻസ് ഉള്ള ക്രെഡിറ്റ് കാർഡ് കൈവശം ഉണ്ടായിരിക്കുകയോ ആവശ്യമാണ്. കാരണം അവർ ആവശ്യപ്പെട്ടാൽ അത് കാണിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് 1 മാസത്തെ ആണെങ്കിലും 2 മാസത്തെ ആണെങ്കിലും 3 മാസത്തെ ആണെങ്കിലും അവർ ആവശ്യപ്പെട്ടാൽ ഈ രേഖകൾ, ഒന്നിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലുള്ള വിവരങ്ങളോ, അതല്ല എങ്കിൽ നമ്മുടെ കൈവശം ഇത്രയും ദിർഹം അവിടെ അവർ ഹാജരാക്കേണ്ടതാണ്. കാരണം അത് നമ്മുടെ ചിലവിന് വേണ്ടി ഉപയോഗിക്കേണ്ട പൈസയായിട്ടാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ താമസരേഖയും ഹാജരാക്കണം. താമസിക്കാൻ ഹോട്ടൽ റിസർവേഷൻ ചെയ്തതിൻ്റെ രേഖ നമ്മൾ ഹാജരാക്കണം. ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാത്തവർ ആരുടെ ഒപ്പമാണോ താമസിക്കുന്നത് അവരുടെ വിസയുടെ കോപ്പി, എമിറേറ്റ്സിൻ്റെ ID, ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കയ്യിൽ കരുതാൻ മറക്കരുത്. ഇത്തരം രേഖകളുമായിട്ട് വേണം നമ്മൾ ഇനി ദുബൈയിലേക്ക് യാത്ര ചെയ്യാൻ. ഇത്തരം രേഖകൾ നമ്മുടെ കൈവശം ഇല്ല എങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുത്തൻ ഗൾഫ് ന്യൂസുകളുമായിട്ട് ഉടൻ തന്നെ ഞാൻ അടുത്ത വീഡിയോയുമായി മടങ്ങി വരുന്നതാണ്. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.